ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വെനസ്ഡേ എനർജിയാണ്, അതായത് ഏപ്രിൽ 30 എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ന് അക്ഷയ തൃതീയയാണ്, അപ്പോൾ ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്രിയേറ്റീവായിട്ടുള്ള എനർജി, നല്ല നല്ല തോട്ട് പ്രോസസ്സ്, അതെല്ലാമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മുന്നോട്ട് വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എനർജി നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ഈ ഒരു മന്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എനർജീസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവർ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുമ്പോൾ അതിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ചിട്ട് ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സമയവുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുതരുന്ന, പോസിറ്റിവിറ്റി കൊണ്ടുതരുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സമയം, മണി അല്ലെങ്കിൽ എനർജി എവിടെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിലും ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം. കാരണം ഇങ്ങോട്ട് കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ തനിക്ക് എന്താണോ റിസീവ് ചെയ്യേണ്ടത് അത് തൻ്റെ അടുത്തോട്ട് വരാനായിട്ട് കുറച്ചൊരു ചാലഞ്ച് വരുന്നുണ്ടാകാം. അപ്പോൾ അതാണ് ഫസ്റ്റ് പറഞ്ഞത്. കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുക. എസ് പറയേണ്ടടുത്ത് എസ് പറയുക, നോ പറയേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഓവർ സ്പെൻഡ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഓവറായിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇന്നത്തെ എനർജീസ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1ൻ്റെ വെനസ്ഡേ എനർജി. താങ്ക് യു. ദ മൂൺ ആണ്. താങ്ക് യു. ഹയറോഫന്റ്, ഒത്തിരി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. മൂണിൽ വന്നിട്ട് ഓവറോൾ ഒത്തിരി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി ഒത്തിരി മെസ്സേജസ്, ഒത്തിരി ഗൈഡൻസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്. ഒത്തിരി ക്രിയേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. പുതിയ പുതിയ ഐഡിയ, പുതിയ പുതിയ എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇമോഷണലി നിങ്ങളെ ഒത്തിരി ചാലഞ്ച് ചെയ്ത എന്തെങ്കിലും സിറ്റുവേഷൻ, സ്പിരിച്വലി അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളെ ഒത്തിരി നെഗറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അതും കുറച്ച് പേർക്ക് ആ ഒരു ഇമോഷണൽ എനർജിയും, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ഐഡിയ യൂസ് ചെയ്തിട്ട് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് എനർജിയിൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷനാണ്, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്, എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലെല്ലാം കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ആയിരിക്കാം, എന്തെങ്കിലും ജലസിയുടെ എനർജി ആയിരിക്കാം, അത് നിങ്ങളെ ഒരു സ്ഥലത്ത് സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടെങ്കിൽ, മൂവ്മെൻ്റ് ഇല്ലാതെ നിർത്തുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ഫോക്കസ് കൊടുക്കുക. ആ ഒരു സിറ്റുവേഷൻ
മറികടക്കാനായിട്ട് ഫോർവേഡ് മൂവ്മെൻറ്റിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബാലൻസ്, ഒത്തിരി പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പല സിറ്റുവേഷൻസും പല കാര്യങ്ങളും ആത്മീയമായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒരു സെൽഫ് റിയലൈസേഷൻ്റെ എനർജിയാണ് മെയിൻ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഇന്നത്തെ ദിവസം വരുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൈം പീരീഡാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പോസിറ്റിവിറ്റി ആഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. അവിടെയും ഒത്തിരി അക്കംപ്ലിഷ്മെൻറ്റ്, ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേരുടെ എന്തെങ്കിലും വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡ്രീംസ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് കാണാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ എനർജി എന്താണെന്ന്. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട എനർജി എന്താണ്? പായൽ നമ്പർ 2 വന്നിട്ട്. താങ്ക് യു. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം, റെഡ് ഫ്ലാഗ്സ് ലഭിക്കുന്നുണ്ടാകാം, വാർണിങ്സ് ലഭിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളത് അവോയ്ഡ് ചെയ്തിട്ട് പല സിറ്റുവേഷനിലും നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങളുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടും പറയുന്നുണ്ട്. കാരണം ചില സിറ്റുവേഷൻസ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം, ഓൾറെഡി ഹീൽ ചെയ്ത് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. അത് എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് ട്രിഗറിങ് വരുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻസ് നടത്തേണ്ടി വരുന്നുണ്ടാകാം. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ആയിരിക്കാം, നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പൈസ ഇടപാടുകളാണ്. ഓക്കെ, മണി ഫിനാൻസ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ഓവറോൾ എനർജി നോക്കാം. പായൽ നമ്പർ 2യുടെ. താങ്ക് യു. പായൽ നമ്പർ 2. ടവറിൻ്റെ എനർജിയാണ്. ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സർപ്രൈസിൻ്റെ എനർജി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗുഡ് വേയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. അപ്പോൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ആത്മധൈര്യം അതെല്ലാം യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, സ്നേഹമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ സോൾമേറ്റ് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ പോർട്ടൽ, ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ട്രാവൽ, യാത്രകൾ നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പുതിയ അവസരങ്ങൾ, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് കടന്നു വരുന്നുണ്ടാകാം. കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് എഗെയിൻ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ബാലൻസിൻ്റെ എനർജിയാണ്. റിലേഷൻഷിപ്പിലൊരു ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ വിസ്ഡം ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അവിടെ നിങ്ങൾക്ക് ഒത്തിരി ഷൈൻ ചെയ്യാനായിട്ടുള്ള അവസരം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി റെസ്പെക്റ്റ്, ഒത്തിരി റെക്കഗ്നിഷൻ അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് സ്പേസിലും ഒത്തിരി
പോസിറ്റീവ് എനർജി നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട്, ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ചും ന്യൂ ബിഗിനിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം, അതിലെല്ലാം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എനർജീസ് നിങ്ങളെ പല സിറ്റുവേഷനിൽ നിന്നിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഡിവൈൻ പ്രൊട്ടക്ഷനാണ്, ഒത്തിരി സംരക്ഷണം, ഒത്തിരി പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ എനർജി, ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബാക്കിലും 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഓവറോൾ ഇവിടെ റിലേഷൻഷിപ്സ്, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ഫോക്കസിൽ വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് ക്രിയേഷൻ്റെ എനർജിയാണ്. രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലും നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറച്ച് പേര് എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്, ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇമോഷണലി കുറച്ച് പേരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും കുറച്ചൊരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ ഡെവിൽ വന്നിട്ടുണ്ട്, 2 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് താൻ സെക്യൂർ ആണോ, താൻ സേഫ് ആണോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് പോസിറ്റീവ് എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ ന്യൂ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.